बच्चों नमस्कार। कहानी पढ़ी है ना? कैसी है हमारी कहानी? बाकी सुनने के लिए आकांक्षा है ना? देखो बाकी। രവിവാർ കാ ദിൻ ഥാ. ഞായറാഴ്ച ദിവസമായിരുന്നു. ഒരു ഹോളിഡേ ആണല്ലേ ഞായറാഴ്ച. നല്ല രസകരമായി കളിക്കാനും നിങ്ങളെപ്പോലുള്ള കുട്ടികളാണെങ്കിൽ കളിക്കാനൊക്കെ ഉള്ള ഒരു ദിവസമാണത് അല്ലെ. സാഹിൽ അപ്പിനെ ഘർ മേ. സാഹിൽ തന്റെ വീട്ടിൽ നീം കെ പേട് കി ഡാലി പകഡ്കർ ഝൂം രഹാ ഥാ. ഝൂമിന ആടുക, ഊഞ്ഞാലാടുക. അവൻ എന്ത് ചെയ്തിരുന്നു? अपने घर की नीम के पेड़ की डाली पकड़कर नीम का पेड़ ആര്യവേപ്പ്. നല്ലൊരു ഔഷധമാണല്ലേ, ഔഷധ മരമാണത് ആര്യവേപ്പ്. അപ്പൊ ഈ ആര്യവേപ്പിന്റെ ഡാലി പകഡ്കർ, ഡാലി കൊമ്പ്, പകഡ്കർ പിടിച്ചിട്ട് ഇങ്ങനെ ആടുകയായിരുന്നു. ഝൂമിന ആടുക, ഊഞ്ഞലാടുക. അവൻ ഊഞ്ഞലാടുകയായിരുന്നു. ഒരു ഞായറാഴ്ചയാണ്, ഹോളിഡേ ആണെന്ന്. वो एक स्टूल पर चढ़कर झूलता था. एक स्टूल पर चढ़कर. അവൻ എവിടെയാണ്? സ്റ്റൂളിന്റെ മേൽ ചടുക്കർ. എന്താ ചടിന? കയറുക. കയറിയിട്ട് ഝൂൽത്താഥ ആടിയിരുന്നു. അചാനക്, സഡൻലി, പെട്ടെന്ന്. ടൂട്ടേ സ്റ്റൂൾ കി ഏക് കീൽ. ടൂട്ടേ സ്റ്റൂൾ കി. ടൂട്ടിന പൊട്ടുക, പൊട്ടിയപ്പോൾ ടൂട്ടെ പൊട്ടിയ സ്റ്റൂളിന്റെ ഏക് കീൽ, കീൽ ആണി, ഒരു ആണി. സാഹിൽ കി പിണ്ടലി മേ ലഗ് ഗയി. സാഹിലിന്റെ പിണ്ടലി, പിണ്ടലി എന്ന് പറഞ്ഞാൽ മക്കളെ കാൽവണ്ണ എന്ന് പറയും. മുട്ടിന് താഴെയുള്ള ഭാഗം കാൽവണ്ണ. ആ കാൽവണ്ണയിൽ തറച്ചു. एक इंच गहरा गड्ढा हो गया. ഒരു ഇഞ്ച് ആഴത്തിൽ ഗഡ്ഡ, കുഴി, ഹോഗയ ഉണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ ആടുമ്പോൾ ആ ഒരു ആണി അവന്റെ കാൽവണ്ണയിൽ വന്ന് തറച്ചു. ഒരു ഇഞ്ച് ആഴത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ മുറിവ്. ഉസേ സർക്കാരി അസ്പത്താൽ മേ പട്ടി ബന്ധുവാനെ കെ ലിയേ ലേ ജായാ ഗയാ. ഉസേ അവനെ സർക്കാരി അസ്പത്താൽ മേ, ഒരു സർക്കാർ ആശുപത്രിയിൽ, പട്ടി ബന്ധുവാനെ കെ ലിയേ, ബാൻഡേജ് ഇടുവിപ്പിക്കാൻ വേണ്ടി, ലേ ജായാ ഗയാ, പതിവായി കൊണ്ടുപോയി. ഉസ്നെ ദേഖ, അങ്ങനെയിരിക്കെ അവൻ കണ്ടു. എന്താണ്? ദോ ലോഗോ കോ ചോഡ്കർ ആകെ, രണ്ടാളുകൾക്ക് മുന്നിൽ, ആകെ ബേല ഘടി ഹേ, ബേല ഘടി ഹേ, അവന്റെ സുഹൃത്തായ ആര് നിൽക്കുന്നുണ്ട്? ബേല. രണ്ടാളുകൾക്ക് മുന്നിൽ നമ്മുടെ ബേല നിൽക്കുന്നത് അവൻ കണ്ടു. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹേ, അവളും തലയിൽ ബാൻഡേജ് ഇടിപ്പിക്കാൻ, അല്ലെങ്കിൽ അവളെ ബാൻഡേജ് ഇടിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ അവളെ ബാൻഡേജ് ഇടിപ്പിക്കാൻ രക്ഷിതാക്കൾ കൊണ്ടുവന്നതാണ്. स्कूल आते जाते हुए और कक्षा में कई दिनों तक दो ऐसे बच्चे दिखाई देते रहे जिनमें एक के सिर पर पट्टी बंधी होती और एक की पिंडली में. സ്കൂളിൽ പതിവായിട്ട് ഇങ്ങനെ കാണുമായിരുന്നു. എങ്ങനെ? രണ്ട് കെട്ടുകളുള്ള കുട്ടികളെ. എങ്ങനെ രണ്ട് കെട്ടുകൾ? ഒരാളുടെ തലയിലും ബാൻഡേജ്, മറ്റൊരാളുടെ കാൽവണ്ണയിലും. സഫേദ് പട്ടി വാലേ യേ ദോനോ. സഫേദ് പട്ടി വാലേ, വെള്ള ബാൻഡേജുകാരായ, യേ ദോനോ, ഈ രണ്ടുപേരും, കഹിം പർ ഭി, എല്ലാ ഇടങ്ങളിലും, സാഥി, ഒപ്പമായിരുന്നു, ദിഖായി ദേത്തെ, കാണപ്പെട്ട്. ഇപ്പൊ രണ്ട് കുട്ടികൾക്കും ബാൻഡേജ് ഉണ്ട്. ഒരാളുടെ കാൽവെണ്ണയിലാണെങ്കിൽ മറ്റൊരാളുടെ തലയിലാണ്. ഈ രണ്ട് കുട്ടികളും എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പാഞ്ചിങ് കക്ഷാക്ക റിസൾട്ട് ആ ഗയാ. അവരുടെ റിസൾട്ട് വന്നു. അവർ 5ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ അവരുടെ റിസൾട്ട് വന്നു. പാഞ്ചിങ് കക്ഷാക്ക, 5ാം ക്ലാസ്സിലെ റിസൾട്ട് ആ ഗയാ, റിസൾട്ട് എത്തി. ദോനോ ഛഠി മേ ആ ഗയേ, രണ്ടുപേരും 6ലേക്ക് എത്തി. वो स्कूल, ആ സ്കൂൾ 5വീം തക് ഹീതാ, എത്രാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ? 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ
5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, 2 മക്കളും പാസ്സായി. എന്നാൽ അവിടെ സ്കൂൾ എത്രാം ക്ലാസ് വരെയാണ് ഉള്ളത്? 5ാം ക്ലാസ് വരെയാണ്. അതുകൊണ്ട് ഇനി അവർക്ക് എന്ത് വേണം? തുടർ പഠനത്തിന് മറ്റൊരു സ്കൂളിലേക്ക് പോകണം അല്ലേ? സാഹിൽ അപ്പൊ തും കഹാം പഠോഗി? ബേല ने पूछा. ബേല ചോദിക്കുകയാണ്, സാഹിൽ അബ് തും കഹാം പഠോഹേ? നീ എവിടെ പഠിക്കും? നീ തും കഹാം പഠോഗി ബേല? അപ്പൊ അവൻ അതിന് ഉത്തരമല്ലാതെ വേറെ ചോദ്യങ്ങൾ. നീ എവിടെ പഠിക്കും ബേല? സാഹിലിനെ പൂച്ച ചോദിച്ചു. നീ എവിടെയാ പഠിക്കുക? മേരെ പാപ്പ കഹ് രഹേ ഥേ. മേരെ പാപ്പ എന്റെ അച്ഛൻ കഹ് രഹേ ഥേ പറഞ്ഞിരുന്നു, ഈ തുझे രാജകീയ കന്യാ പാഠശാല മേ പഠായേങ്കി. നിന്നെ രാജകീയ കന്യാ പാഠശാല, രാജകീയ ഗവൺമെന്റ് കന്യാ പാഠശാല ഗേൾസ് സ്കൂളിലാണ് പഠായേങ്കെ പഠിപ്പിക്കുന്നത്. ഓർത്തു നീയോ? അച്ഛൻ എവിടെയാ പറഞ്ഞത്? നിന്നെ രാജകീയ കന്യാ പാഠശാല, അതായത് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞത്. നീ എവിടെയാ? മുझे അഗലേ സാൽ, എന്നെ അഗലേ സാൽ അടുത്ത വർഷം അജ്മേർ ഭേജ് ദേംഗെ. എങ്ങോട്ടയക്കും? അജ്മേരിലേക്ക്. വഹാ ഏക് ഹോസ്റ്റൽ ഹേ. അവിടെ എന്തുണ്ട്? ഒരു ഹോസ്റ്റലുണ്ട്. ഘർ സേ ദൂർ, വീട്ടിൽ നിന്നും അകലെ. വഹാം അവിടെ അക്കേലാ, ഒറ്റയ്ക്ക്. രഹൂങ്ക താമസിക്കും. അപ്പൊ നമ്മുടെ സാഹിൽ പറഞ്ഞു, ഞാൻ എവിടെയാണ്? രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് അജ്മേർ. എന്നെ അജ്മേറിലേക്കാണ് അയക്കുന്നത്. അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്, അവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. ക്യോം സാഹിൽ? എന്തിനാ സാഹിലെ? പതാ നഹീ ക്യോ. അവൻ പറയാൻ എനിക്കറിയില്ല എന്തിനാണെന്ന്. തോ യാനി അതായത് അബ് തും ഫുലേരേ മേ ഹി നഹിം രഹോഗി. അതായത് നീ ഇനി ഫുലേരയിൽ ഇല്ല അല്ലേ, താമസിക്കില്ലല്ലേ, അല്ലെങ്കിൽ ഇല്ല അല്ലേ? നഹിം ഇല്ല. തുമാരാ റിപ്പോർട്ട് കാർഡ് ദിഖാന. നിന്റെ ആ റിപ്പോർട്ട് കാർഡ് ഒന്ന്, മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണിച്ചുകൊണ്ട. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ. സാഹിൽ ബേലായുടെ റിപ്പോർട്ട് കാർഡ്, ആ മാർക്ക് ലിസ്റ്റ് നോക്കുകയായിരുന്നു. ഓർ ബേല സാഹിൽ കാ. ബേല സാഹിലിന്റെയും ആ 2 മക്കളും പരസ്പരം ആ റിപ്പോർട്ട് കാർഡ് ഇങ്ങനെ നോക്കുകയാണ്. आज आखिरी बारी वे एक दूसरे की कोई चीज को छू कर देख रहे थे. आज ഇന്ന് ആഖിരി ബാരി. ബാരി തവണ, ഒടുവിലത്തെ തവണയാണ്. ആഖിരി ബാരി ഒടുവിലത്തെ തവണയാണ്. വേ അവർ, ഏക് ദൂസര പരസ്പരം, കൊയ് ചീസ് കോ ഏതോ ഒരു വസ്തു, ചൂക്കർ തൊട്ടിട്ട്, ദേഖ് രഹേ നോക്കിക്കൊണ്ടിരുന്നത്. അവസാനമായിട്ടാണ് അവർ പരസ്പരം ഇങ്ങനെ പ്രോഗ്രസ് കാർഡ് ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവര്. തുമ്ഹാരി ആँख में आंसू क्यों आ रहे हैं ബേല? അപ്പോൾ അവൾ അറിയാതെ തന്നെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ചോദിക്കാം, തുമ്ഹാരി ആँख में, ആങ്ക് കണ്ണ്, കണ്ണിൽ, ആംസു കണ്ണുനീർ, ക്യോ ആ രഹേ ഹേ എന്താണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുന്നത് ബേല? മുझे क्या पता. ഓ പിന്നെ എനിക്ക് എങ്ങനെ അറിയാം? അവളൊന്ന് പറയാണ്. ബേലാനി ദബ്ദബായി ആംഖോം സെ ദബ്ദബാന. ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കണ്ണുകളോടെ ഹസ്തേ ഹുയെ ചിരിച്ചുകൊണ്ടേക്കാം. കഹാ പറഞ്ഞു. ഓ എനിക്ക് എന്തറിയാൻ, അല്ലെ എനിക്ക് എങ്ങനെ അറിയാം എന്നുള്ള മട്ടിൽ അവൾ നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. സാഹിൽ കി ആംഖേ. സാഹിൽ കി ആംഖേ, സാഹിലിന്റെ ആംഖേ കണ്ണുകളും, ബീർ ബഹൂട്ടി കി തര, ബീർ ബഹൂട്ടിയെ പോലെ, ലാൽ ഹോനെ ലഗീതി, ലാൽ ഹോന ചുവക്കുക, ചുവക്കാൻ, ലഗീതി തുടങ്ങിയിരുന്നു. ഓർ ഉന്മേൻ അവയിൽ, ബാരിഷ് കി ബൂന്തോം സാ, ബാരിഷ് മഴയുടെ, ബൂന്തോംസ സാ പോലെ, ബൂന്തോംസ തുള്ളികൾ പോലെ, പാനി ഭർ ഗയാ ഥാ
വെള്ളം നിറഞ്ഞു പോയിരുന്നു. അപ്പൊ വാസ്തവത്തിൽ അവനും കരയുകയാണ്. അവന്റെ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങി. എന്തുപോലെ? ബീർ ബഹൂട്ടിക്ക് നമ്മുടെ കഹാനിക്കാ നാം ക്യാ ഹേ? ബീർ ബഹൂട്ടി. ആ ബീർ ബഹൂട്ടിയെ പോലെ അവന്റെ കണ്ണുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ചുവക്കാൻ തുടങ്ങിയിരുന്നു. അതിൽ മഴയുടെ തുള്ളികൾ പോലെ പാനി ഭർഗയാത, വെള്ളം നിറഞ്ഞു പോയിരുന്നു. ബേല കഹ്നേലഗി, ബേല പറയാൻ തുടങ്ങി. മേ ചിഠാവൂ അബ് തുമേ, ഞാൻ ഇപ്പോൾ നിന്നെ ചിഠാവും, ദേഷ്യം പിടിപ്പിക്കും. ഇതാ നിന്നെ ഞാൻ ഇപ്പോൾ ദേഷ്യം പിടിപ്പിക്കേ സാഹിൽ. രോനി സൂരത്ത് സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ. രോനി സൂരത്ത് സാഹിൽ, അവൾ ഞാൻ ഇപ്പോൾ ദേഷ്യം പിടിപ്പിക്കട്ടോ സാഹിലെ നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതാ കരയുന്ന മുഖമുള്ള സാഹിൽ, കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ബാരിഷേം ആനെ മേ ഭേഡ് മഹീന ബാക്കി ഥാ. ബാരിഷേം ആനെ മേ, അതായത് ബാരിഷേം ആനെ, മഴ വരാൻ, ഡേഡ് 1.5 മാസം, മഹീന മാസം, ബാക്കിത, അപ്പൊ മഴക്കാലമെത്താൻ 1.5 മാസമേ ബാക്കിയുള്ളൂ. ലേക്കിൻ, എന്നാൽ ബാരിഷോം സേ പെഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥാ. നമ്മുടെ പ്രഭാത് പറയുകയാണ്. പ്രഭാത് ഒരു കഹാനികാർ ഒപ്പം തന്നെ കവിയുമാണ്. അപ്പോൾ ആ ഒരു കവിതയുടെ താളവും ലയവും ഒക്കെ കാണാൻ നമ്മൾക്കിതിൽ. അപ്പോൾ എന്താ പറയുന്നത്? ബാരിഷോം സേ പെഹലെ, മഴകൾക്ക് മുമ്പുള്ള, ബാരിഷ് കാ, മഴയുടെ, ഏക് ദിൻ ഥാ, ഒരു ദിവസമായിരുന്നു. കാരണം ഈ 2 കുട്ടികളും അക്ഷരാർത്ഥത്തിൽ കരയുകയാണ്. ആ 2 കുട്ടികളും പരസ്പരം റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 മക്കളുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരസ്പരം അവർ അംഗീകരിക്കുന്നില്ല. നീ എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നില്ല എന്ന് അവൾ പറയുന്നു, അവനും പറയുന്നു കരയുന്നില്ല എന്ന് പറഞ്ഞു കണ്ടാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ കരയുകയാണ്. പ്രകൃതിക്ക് പോലും ഇത് കണ്ടിട്ട് വല്ലാത്തൊരു ദുഃഖമാണ്. അതാണ് പറയുന്നത്, മഴയ്ക്ക് മുമ്പേ ഇനിയും മഴ എത്താൻ 1.5 മാസം ഇനിയുണ്ട്. അപ്പോൾ മഴകൾക്ക് മുമ്പേയുള്ള മഴയുടെ ഒരു ദിവസമാണിത്. ആസ്മാൻ മേ ഘടായേ, ഘടാ മേഘം, ഘടായേ മേഘങ്ങൾ, ആകാശത്തിൽ മേഘങ്ങൾ, ഗിരീധി ഗിർന, ഗിർന എന്ന് വലയം ചെയ്യുക. ആകാശത്തിങ്ങനെ മേഘങ്ങൾ വലയം ചെയ്തിരുന്നു. धूल भरी तेज हवाएं चल रही थी. धूल भरी हवाएं, ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി, ധൂൽ ഭരി പൊടി നിറഞ്ഞ, അതായത് പൊടിക്കാറ്റുകൾ ഇങ്ങനെ വീശുന്നുണ്ടായിരുന്നു. പാനി ബരസ് രഹാദ, പാനി ബരസ്ന, മഴ പെയ്യുക, മഴ പെയ്യുകയായിരുന്നു. അതായത് നിങ്ങളോട് നേരത്തെ പറഞ്ഞു പ്രഭാത്, മഴ എത്താൻ ഇനി 1.5 മാസം ബാക്കിയുണ്ട്. എന്നാൽ മഴകൾക്ക് മുമ്പുള്ള മഴയുടെ ദിവസമായിരുന്നു എന്ന്. കാരണം പ്രകൃതി തൻ്റെ ദുഃഖം മഴയുടെ രൂപത്തിൽ ഇങ്ങനെ വർഷിപ്പിക്കാൻ തുടങ്ങി എന്നാണ് നമ്മുടെ പ്രഭാത് പറഞ്ഞു വരുന്നത്. പിന്നെയോ ഫുലേര കസ്ബേ കി ബാദൽ ഛായി ഏക് ഗലി മേ. ഫുലേര ജംഗ്ഷൻ, കസ്ബ സ്മോൾ ടൗൺ, ആ ചെറു പട്ടണത്തിന്റെ ബാദൽ ഛായി, ചാന പരക്കുക, ഛായി പരന്ന, കാർമേഘം പരന്ന, ഏക് ഗലി മേ, ഗലി സ്ട്രീറ്റ്, തെരുവ്, ഒരു തെരുവിൽ, പാഞ്ചിം സേ ചടീമേ ചലി ഗയി, പാഞ്ചിം സേ 5-ൽ നിന്ന്, ചടീമേ 6-ലേക്ക് എത്തിയ ഏക് ലടുക്കി ജാലഹീതി പോകുകയായിരുന്നു. അപ്പോൾ നിങ്ങളോട് എന്താ പറയുന്നത്? പുലാരെ ജംഗ്ഷന്റെ മേഘം നിറഞ്ഞ ഏക്കുകളിൽ, ഒരു അതായത് മഴമേഘങ്ങൾ ആകാശത്തുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ആ ദിവസം, ആ ദിവസത്തിന്റെ പ്രത്യേകതയാണത്. അങ്ങനെയുള്ള ദിവസത്തിൽ എന്താ പറയുന്നത്? ഒരു തെരുവിലൂടെ ഒരു പെൺകുട്ടി 5-ൽ നിന്നും 6-ലേക്ക് കടന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഉസ്കേ, അവളുടെ, കിസ്കേ ബച്ചോ, ബേലാക്കെ, ഉസ്കേ യഹാം കോൻ ഹേ? ബേല. ബേലാക്കെ ഭൂരേ ബാൽ, ബേലായുടെ ഭൂരേ ബാൽ, ഭൂര ബ്രൗൺ കളർ, ആ ബ്രൗൺ കളറിലുള്ള ബാൽ, മുടി, ബീർ ബഹൂട്ടിയോ കെ രംഗ് കെ, ബീർ ബഹൂട്ടികളുടെ
രംഗ് കെ നിറത്തിലുള്ള ലാൽ റിബൺ സേ ചുവന്ന റിബൺ കൊണ്ട് ബന്ധേദേ ബന്ധിന കെട്ടുക ബന്ധേദേ കെട്ടിരുന്നു. നോക്കു കുട്ടികളെ, ചിത്രം കണ്ടില്ലേ കുട്ടികൾ? കണ്ടില്ലേ മക്കളെ? കണ്ടില്ല? ആ കുട്ടിയുടെ മുടി കെട്ടൂരാ കണ്ടില്ലേ? കെട്ടിയത് ഒരു ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. പിന്നെയോ അടുത്ത ലൈൻ നോക്ക്. അടുത്ത് ദൂസരി ദിശാക്കോ ജാത്തി ഏക് ഗലീമേ. ദൂസരി ദിശ എതിർ ദിശയിലൂടെ പോകുന്ന ഏക് ഗലീമേ ഒരു തെരുവിൽ. എന്താ പറയുന്നത്? പാഞ്ചിൻസെ ചഠീമേ ഗയ. 5ൽ നിന്ന് 6ലേക്ക് എത്തിയ, പോയ മീൻസ് എത്തിയ. ഏക് 11 സാൽ കാ ലഡ്ക. 11 സാൽ ഒരു 11 വയസ്സുകാരൻ, ഒരു 11 വയസ്സുള്ള ആൺകുട്ടി ജാ രഹാ ഥാ പോവുകയായിരുന്നു. അപ്പോൾ നോക്ക്, ആ 2 കുട്ടികളും, ഒരു കുട്ടി ഇടതുവശത്തും നമുക്ക് ചിത്രത്തിൽ നമുക്ക് കാണാം, ഒരു കുട്ടി വലതുവശത്തു കൂടെ പോകുന്ന കാണാം അല്ലെ? എന്നെന്താ നോക്കൂ നിങ്ങൾ. ഇസ്കി പിണ്ടലി മേ, ഇവന്റെ കാൽവെണ്ണയിൽ ബീർ ബഹൂട്ടി കെ രംഗ് കാ. ബീർ ബഹൂട്ടിയുടെ രംഗ് കാ നിറത്തിലുള്ള, സ പോലെ നിറം പോലെയുള്ള, ഏക്കിൻ 1 ഇഞ്ച്, ലംബ നീളമുള്ള, ചോട്ട് മുറിവ്, ചോട്ട് കാ നിഷാൻ ഥാ. നിഷാൻ അടയാളം, ഒരു മുറിവിന്റെ അടയാളം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം ആ കുട്ടിയുടെ കാലിന്റെ മുറിവിൽ, കാലിൽ എന്ത് കാണാം? അതായത് ബീർ ബഹൂട്ടിയുടെ നിറം പോലെയുള്ള 1 ഇഞ്ച് നീളമുള്ള മുറിവിന്റെ നിഷാൻ അടയാളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ആ 2 കുട്ടികളും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ വരികയും പോവുകയും ചെയ്തിരുന്നത്. മാത്രമല്ല ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്, കളിച്ചിരുന്നത് അല്ലേ? അവരുടെ പ്രിയപ്പെട്ട വിനോദം എന്തായിരുന്നു? ബീർ ബഹൂട്ടികളെ കാണുക എന്നതാണല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചുള്ള ആ കുട്ടികൾക്കിടയിൽ ഇപ്പോൾ ബിച്ചുടൻ ഒരു വേർപിരിയലാണ് വന്നത്. ആ വേർപിരിയൽ ഒരു അസഹനീയമാണ്. വേർപെടൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വേദനാജനകമാണ് ഏവർക്കും. പക്ഷെ ഈ കുട്ടികൾക്ക് വല്ലാത്തൊരവസ്ഥയാണ്. ആ 2 മക്കളും വേർപിരിഞ്ഞു പോവുകയാണല്ലേ ഈ പാഠത്തിൽ. ഇതാണ് നമ്മുടെ ബീർ ബഹൂട്ടി എന്ന കഥയിലൂടെ പ്രഭാത് നമുക്ക് കാണിച്ചു തന്ന 2 കുഞ്ഞുമക്കളുടെ ഒരു ദൃഢമായ ഒരു ദോസ്തി. എന്താ ദോസ്തി? ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം അല്ലേ മക്കളെ? അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന മനസ്സിനെ സ്പർശിക്കുന്ന മൻകോ ചൂനേ വാലി ഏക് കഹാനി ഹേ. कहानीकार का नाम क्या है बच्चों? प्रभात. कहानी कैसी है बच्चों? पसंद है ना? ठीक, धन्यवाद. अगले क्लास में फिर मिलेंगे.